ഇന്ന് ഞങ്ങൾ അശ്വമേധയാത്ര ആരംഭിക്കുകയാണ്. കൈരളി TV കേരളത്തിന്റെ ബൗദ്ധിക മനസ്സിലൂടെ നടത്തുന്ന ഈ അശ്വമേധയാത്രയ്ക്ക് ആരംഭം കുറിക്കുവാൻ, അശ്വമേധത്തിന്റെ ഈ യാഗഹവിസിന് മത്സരത്തിന്റെ തിരികൊളുത്തുവാൻ ഞങ്ങൾക്കൊരു ഉദ്ഘാടകനെ വേണം. യാതൊരു വിധത്തിലുള്ള സന്ദേഹങ്ങൾക്കും ഇടമില്ലായിരുന്നു അതാര് എന്ന് കണ്ടെത്തുവാൻ. അശ്വമേധം വെല്ലുവിളിയുടെ കളിയാണ്. കരുത്തിന്റെയും ഇച്ഛാശക്തിയുടെയും സത്യസന്ധമായ അറിവിന്റെയും പ്രതീകമാണെങ്കിൽ ഞങ്ങൾക്കൊരു അതിഥിയുണ്ട്. കേരളത്തിൽ ദീർഘകാലം പത്രാധിപരായിരുന്ന ഒരു വ്യക്തി, പത്രപ്രവർത്തകനായിരുന്ന ഒരു മനുഷ്യൻ, സത്യസന്ധമായി ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ, ഒട്ടനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഗ്രന്ഥകർത്താവ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന മനുഷ്യൻ, അതിനെല്ലാം ഉപരി ഒടുങ്ങാത്ത നർമ്മബോധത്തിന്റെയും പ്രതികരണശേഷിയുടെയും വക്താവ്, തങ്ങളുടെ നാടിഞ്ഞിരമ്പുകളിൽ നിന്ന് ഇറ്റിറ്റു വീണ ചോരത്തുള്ളികളിൽ വിലയം പ്രാപിച്ച കയ്യൂർ കരിവെള്ളൂർ സമര സഖാക്കളുടെ സഹചാരിയായ സഖാവ്, വർത്തമാനകാല കേരളത്തിന്റെ സൂര്യ തേജസ്, കോമ്രേഡ് EK Nayanar here to be. ഞങ്ങളൊരു അശ്വമേധം ആരംഭിക്കുകയാണ്. ഇന്ന് മുതലാ? ഇന്ന് മുതൽ. ഓ, ഇതിനു മുമ്പ് അശ്വമേധായിരുന്നില്ലേ? അല്ല, ഞങ്ങൾ ഇന്ന് തുടങ്ങുകയാണ് അശ്വമേധം. ഓഹോ. ഇതിനു മുൻപ് അശ്വമേധത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. ഗജമേധായിരിക്കും. അതെ. ആഹാ. അപ്പൊ ഈ അശ്വമേധത്തിൽ താങ്കൾ ഉദ്ഘാടകനായി വന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷമുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും താങ്കൾ ഇവിടെ വരാൻ സന്മനസ് കാണിച്ചതിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. രാവിലെ പ്രോഗ്രാം റദ്ദാക്കിയിട്ട് വരിക. പുതിയ വീട്ടിലെ താമസം എങ്ങനെയുണ്ട് സർ? പുതിയ വീട് ഫ്ലാറ്റ് അല്ലേ? താമസം മറ്റ് ടൗൺസിൽ, നഗരങ്ങളിലുള്ള പോലെ തന്നെ. ഞാൻ നഗരങ്ങളിൽ ഫ്ലാറ്റ് താമസിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് വന്നു എന്നേ ഉള്ളൂ. ഫ്ലാറ്റ് സിസ്റ്റമാണ്. അതിനി ഫ്യൂച്ചറിൽ എല്ലാ ടൗണിലും ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഫ്ലാറ്റ് സിസ്റ്റം. ഇപ്പോൾ എറണാകുളം ആണ് കേരളത്തിൽ ഏറ്റവും അധികം ഫ്ലാറ്റ് സിസ്റ്റം ഉള്ളത്. സെക്കൻഡ് ഇപ്പം തിരുവനന്തപുരത്ത് വളർന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ. കൽക്കട്ട മുഴുവൻ ഫ്ലാറ്റാണ്, ഡൽഹി ഫ്ലാറ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമുക്കാലും നഗരങ്ങളിൽ ഫ്ലാറ്റ് സിസ്റ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന നഗരം മദ്രാസ്, ഇവിടെ ഇത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്ലാറ്റ് സിസ്റ്റത്തെ താമസം തുടങ്ങി. മറ്റ് വീട് താമസിച്ച് ശീലിച്ചവർക്ക് കുറച്ച് അസൗകര്യം ഉണ്ടാവും. കാരണം ഒരു വളപ്പ്, മുറ്റം, പിന്നെ ഒരു തുളസിത്തറ, പിന്നെ വീട്ടിൻ്റെ അകത്ത് പടിഞ്ഞിറ്റകത്തൊരു വിളക്ക് വെക്കൽ ഇല്ലേ, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇതൊക്കെ ഒരു 3 മുറിയായി തീർന്നു. ഞങ്ങളുടെ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ 50,000-ഓളം കേരളീയർ അപേക്ഷകൾ അയച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ സുവർണ്ണ നിധിയാണ് സമ്മാനം കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും, പൈസ കണ്ടിട്ടായിരിക്കും. മാത്രമല്ല, ഞങ്ങൾ ചരിത്രത്തിലെ ആദ്യത്തെ റിവേഴ്സ് ക്വിസ് ആണ്. ഇവിടെ ഞാനാണ് ഉത്തരം പറയേണ്ടതും ജയിക്കേണ്ടതും തോൽക്കേണ്ടതും. അതൊരു വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു, നമ്മുടെ ഗുരുവായൂരെ തോറ്റ MLA ഇപ്പോഴത്തെ, മുമ്പ് ജയിച്ച ആളാണ്. അയാളോട് പറഞ്ഞത് ഇതിനെപ്പറ്റി. സാർ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം സാർ. ഓ, സിജ പ്ലീസ്. സാർ എഴുതിയ കവറിൽ സാറിന് പേരെഴുതിയിട്ടുണ്ടല്ലോ, വിചാരിച്ച ആളിന്റെ. ഉണ്ട്, എൻ്റെ പേരില്ല. അല്ല, സാർ മനസ്സിൽ വിചാരിച്ച ആളുടെ പേര് അതുണ്ട്. അത് ഈ കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി അത് പാനലിന് കൊടുക്കുക. ഇയാൾ കുട്ടിയാണ്. അല്ല, സാറിന്റെ ഈ ഒരിക്കലും അവസാനിക്കാത്ത ഉജ്ജ്വലമായ നർമ്മബോധത്തിന്റെ രഹസ്യം എന്താണ്? രഹസ്യം ജീവിതത്തിൽ അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടാണ്.